ആ അവനെ ഒന്ന് കാണിച്ചത്. ഇവിടെ ഒന്ന് കാണിച്ചത്. ഇവിടെ ഒന്ന് കാണിച്ചത്. എന്നാ കാണിക്കണ്ട, അവിടെ ഒന്ന് കാണിച്ചേരെ. അതും അവിടെ ഒന്ന് കാണിച്ചേരെ. അവിടെ കാണിച്ചേരെ. വായിച്ചാലിന്റെ ഇതാ എനിക്കറിയാം, നോക്കിയത് ഇവിടെ നോക്കിയേ. ആ ചീട്ടൊന്ന് മനസ്സിലോർത്തണം. എനിക്കറിയാന്നേ. അത് മനസ്സിലൊന്ന് ഓർത്തേ. ഇങ്ങോട്ട് നോക്കിയേ. അല്ല, ഇതൊന്ന് മനസ്സിലോർത്തിട്ട് നോക്കിയേ. ഓക്കെ, ഇത് ശശിന്റെ. അത് മനസ്സിലോർത്താക്കി. ആ കളർ നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ. ഓക്കെ, എനിക്കാണ് ഇതൊന്നും മനസ്സിലോർത്തത്. കളർ നോക്കട്ടെ. മനസ്സിലേക്ക് കാണാം. ഓക്കെ, വാറ്റാറിന്റെ ചീട്ട് ഇതായിരിക്കുന്നത്. അതെടുത്ത് ഇതിന്റെ മേലോട്ട് വെച്ചോ. ഇതൊരു കുറച്ചെടുത്ത് വെച്ചോ. എന്തായാലും മൊത്തം വെക്കല്ലേ. ശശിയുടെ അടുത്ത് കൊണ്ട് വെച്ചേ. ഇതിന് കുറച്ചെടുത്ത് കൊണ്ട് വെച്ചോ. ഇനിയിപ്പം ബിരിയാണിന്റെ അടുത്ത് കൊണ്ട് വെക്കൂ. ഇനിയിപ്പോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഐറ്റം. നിങ്ങൾ മൂന്ന് സ്ഥലത്തിൽ അയച്ചേക്കുന്നത്. ആ മൂന്നെണ്ണം നമ്മൾ എടുക്കുക ചെയ്യുന്നത്. എടുക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എണ്ണി നോക്കിയിട്ട് നിങ്ങളുടെ ചീട്ട് ഉൾപ്പെടുന്നതിനകത്ത് നമുക്കൊരു ചെറിയ വെയിറ്റിന്റെ വ്യത്യാസം വരും. അങ്ങനെ കണ്ടുപിടിക്കട്ടെ. വെയിറ്റിന് വ്യത്യാസം വന്നില്ലെന്ന് തോന്നുന്നു. വെയിറ്റ് വ്യത്യാസം വന്നില്ലേ? എന്നാണോ വെയിറ്റ് കൂടുതൽ? അത് കൊള്ളാലോ. അതിനാ വെയിറ്റ് കൂടുതൽ. ഇടത്ത് സൈഡ് വെയിറ്റ് കൂടുതലല്ലേ? അല്ല, വലത് സൈഡ്. രണ്ടും തുല്യമാ. രണ്ടും ഒരുപോലല്ലേ ചീട്ടിട്ട് വെക്കുന്നത്? ആ, ഇപ്പോഴും വലത് സൈഡിലാ. ഈ ഇടത് സൈഡാണോ കൂടുതൽ? എന്നാ കുറഞ്ഞ ഇവൻ കുറയ്ക്കുന്നതാകും. മന്ത്രം. കാണിച്ച്. അത് തന്നെ, അതൊന്ന് കാണിച്ച്. അതെ അതെ അതെ. അല്ല, ക്ലാവറാന്ന. അല്ല, ക്ലാവറാന്ന. കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര